നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ലഗാനസിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പെ, ഫെഡെ വാൽവർദെ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് റയൽ മാഡ്രിഡിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. നിലവിൽ 2ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. 1ാം സ്ഥാനത്തുള്ള ബാഴ്സയേക്കാൾ ഒരു മത്സരം കുറച്ച് കളിച്ച റയൽ മാഡ്രിഡ് 4 പോയിന്റിനാണ് പിറകിൽ നിൽക്കുന്നത്. മത്സരത്തിൽ കിലിയൻ എംബപ്പേക്ക് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വിനിയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു താരത്തിൻ്റെ ഗോൾ പിറന്നിരുന്നത്. വിനീഷ്യസ് ജൂനിയറും താനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉള്ളത് എന്ന കാര്യം മത്സരശേഷം എംബപ്പെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബാഴ്സ സമനില വഴങ്ങിയതോടുകൂടി വിജയം എന്തായാലും നേടണമെന്ന് തങ്ങൾ ഉറപ്പിച്ചിരുന്നു എന്നും ഇപ്പോൾ എംബപ്പെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് വിനീഷ്യസുമായി വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. റയൽ മാഡ്രിഡിൽ ഉള്ളവരെല്ലാം മികച്ച താരങ്ങളാണ്. ഞങ്ങൾ വിജയിക്കാൻ തയ്യാറായവരാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം കാസ്റ്റില്ല താരങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ്. അതെനിക്ക് മുൻപ് അറിയില്ലായിരുന്നു. എപ്പോഴും വിജയമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കാറുള്ളത്. ഇന്നലെ ബാഴ്സലോണ സമനില വഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ വിജയം മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. മികച്ച പ്രകടനമാണ് ഞങ്ങൾ നടത്തിയത്. ഏത് പൊസിഷനിലും കളിക്കാൻ എനിക്ക് സാധിക്കും. ടീമിനെ സഹായിക്കുക, നല്ല രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് മത്സരശേഷം കിലിയൻ എംബപ്പെ പറഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ എംബപ്പയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഇടത് വിങ് പൊസിഷനിലാണ് അദ്ദേഹത്തെ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത്. സ്ട്രൈക്കർ റോളിൽ വിനീഷ്യസ് ജൂനിയറെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. വരും മത്സരങ്ങളിൽ കാർലോ ആഞ്ചലോട്ടി ഇതേ ഒരു പൊസിഷൻ തന്നെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യതയുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.